സിറ്റിസൺസ് ഇന്ത്യൻ സിറ്റിസൺ സൈനിങ് മാഠോലിൻ്റെ മണ്ണിൽ നിന്ന് ചങ്കൂറ്റത്തോടെ പറയാം. അപ്പം പി എം ശ്രീ എന്ന് പറയുന്ന ഒരു ഇപ്പോൾ ഒരു സർക്കാർ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പി എം ഉണ്ടാവും, സി എം ഉണ്ടാവും, എം എൽ എ ഉണ്ടാവും, എം പി ഉണ്ടാവും. അങ്ങനെ പി എം ശ്രീയുടെ ഇതിൽ വരുന്ന പൈസയാണ് ഈ സ്കൂള്. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് ഈ സ്കൂള് നോക്കുകുത്തിയായിട്ടാണ് നിൽക്കുന്നത്. അഴീക്കോടൻ മന്ദിരം BJP പാർട്ടി ഏത് പാർട്ടി ആയാലും അത് ഉദ്ഘാടനം ചെയ്തിട്ട് ഇങ്ങനെ കാണും, ഓരോ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നെല്ലാം കാണും. പക്ഷേ നമ്മളെ കുട്ടികൾ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കില്ല. അപ്പോൾ ഇതാദ്യം മനസ്സിലാക്കുക. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ 15 ലക്ഷം തരാമെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നുണ്ട്. ആരോഗ്യ നമ്പർ 1ഉം ആരോഗ്യത്തിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അമേരിക്കയിൽ പോകുന്ന CMഉം നമ്മൾ ഈ നാട്ടിലുകളുണ്ട്. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ്, അപ്പോൾ ഇതാണ് പി എം ശ്രീ എന്ന് പറയുന്ന സാധനം. കണ്ട, പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ. ഓക്കെ അല്ലേ? ശക്തി കിട്ടുമെന്നാണ് പ്രധാനമന്ത്രിൻ്റെ പേരിലും പറഞ്ഞിട്ട് PM പോഷൻ, അങ്ങനെ PM ശ്രീ സ്കൂള്. ഇത് ഫുഡാണ്. എന്താണ് ഫുഡ്? ഇത് എല്ലാ ക്ലാസ്സുകാർക്കും ഉണ്ടാവില്ല. അപ്പോൾ 8ാം ക്ലാസ്സുകാർക്കാണോ അങ്ങനെ എന്തോ ആണ് കണക്ക്. എന്ന് വെച്ചാൽ നിങ്ങളെ കുട്ടികളെ എങ്ങനെ ഈ രാജ്യത്തിനെ അലോപ്പതിക്കും ഹോമിയോപ്പതിക്കും ആയുർവേദത്തിനും എല്ലാത്തിനും വിട്ടുകൊടുക്കേണ്ട തീരുമാനങ്ങളാണ് ഈ കാണുന്നത്. ഈ UP സ്കൂളിലുണ്ട് PM. അപ്പോൾ പറയാനുള്ളത്, അവനവന് രാത്രിത്തെ ഭക്ഷണം മറ്റേ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ അറിയുമെങ്കിൽ ഈ ഭക്ഷണം കൊടുത്തോ, ഇല്ലെങ്കിൽ നിങ്ങളെ കുഞ്ഞല്ല അലാക്കിൻ്റെ അവലും കഞ്ഞിരിക്കും. അപ്പോൾ അതും കൂടി പറഞ്ഞിട്ട് പറയാച്ചോ. എന്തെല്ലാം ഇതിന് ഇങ്ങനെ നോക്ക്, ഷെയർ ചെയ്യുമ്പോൾ ഇതിൽ നോക്കിയത് മലയാളം അലാക്കിൻ്റെ അവലും കഞ്ഞിൻ്റെ മലയാളമൊന്നും ഇംഗ്ലീഷും എല്ലാം കൂടി അതുകൊണ്ട് അത് വായിക്കാൻ കഴിയില്ല. ഫോട്ടോ എടുത്തിട്ട് വന്നാന്ന്. അപ്പോൾ എല്ലാം കണ്ടില്ലേ? അതിന് ശേഷമാണ് വേറൊരു സാധനം കണ്ടത്. നോക്കിയതിന് 1 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. ഇബ്രാഹിം കുട്ടി ആജിക്കുക. എത്ര വയസ്സായിരിക്കണേ. സ്കെയിൽസ് എന്താണ് ഇവർക്ക് കൊടുത്തിന്? തുലാസ്, കോടതിൻ്റെ ചിഹ്നം. നസീർ ബി മാട്ടൂല് എന്തോ ഹോസ്പിറ്റലുകാർ പറഞ്ഞ് നിങ്ങൾ ഈ നാടകം കിടന്ന് കളിക്കണമെന്ന് ഇറങ്ങിപ്പോയെന്നാലും പറയുന്നത് കേട്ടിന്. അതിന് കൊടുത്തിന് ഏണി സ്വർഗത്തിലേക്ക് പോകാൻ. മുസ്തഫ ഇബ്രാഹിം, ഇത് നമ്മൾ 10ാം വാർഡിൽ എങ്ങനെ പോയി നിൽക്കുന്ന അറിയില്ല. കാരണം ഇത് 5ാം വാർഡിലെ റെസിഡൻസാണ്, വലിയ പൈസക്കാരനാണ്. പണ്ടത്തെ ഫാർമസിയെല്ലാം ഉണ്ടായിന്. ഇപ്പം ബാക്ക്ഗ്രൗണ്ട് മോശമല്ല. കൊടുത്തത് സിലിണ്ടർ എന്ന് വെച്ചാൽ മുസ്ലിം ഒരു വക്കീൽ പറഞ്ഞില്ലേ, മുസ്ലിങ്ങളുടെ ഇടയിൽ ഇടങ്ങാറാക്കുന്ന സാധനം തന്നെ, പൊട്ടിത്തെറി. പിന്നെന്ത് ലോട്ടസ് BJP താമര ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും. കാണുമ്പം വിചാരിക്കും മറ്റേ തേനില്ലേ, തേനിൻ്റെ ബി എല്ലാം പോയിട്ട് തേനെല്ലാം എടുത്തുകൊണ്ടിരുന്നത് ലോട്ടസ് എന്നെല്ലാം എടുത്തുകൊണ്ടിരുന്നുണ്ട്. അതും താമരെങ്കിൽ താമര വെള്ളത്തിലാണ് ഉണ്ടാകല്. പിന്നെന്താണ് സ്പെക്സ് കണ്ണട ഇട്ടിട്ട് തന്നെ കാണുന്നില്ല. ആളെ കൊല്ലല പണി SDPIക്ക്. അപ്പോൾ എല്ലാം ശരിയായില്ലേ?